അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ആ എന്തല്ല എന്തൊക്കെയുണ്ട് ഇപ്പൊ വർത്താനോ? സുഖാണ്ടാ. എന്താ പണി? ഇന്ന് പണി ഉണ്ടായില്ലേ? ഇല്ല, പണി കഴിഞ്ഞ് ഞാൻ ഇപ്പൊ റൂമൊക്കെ എത്താനായി. അതെ. അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്താ ഇപ്പൊ? അപ്പൊ ഇന്നലെ പറഞ്ഞൊക്കെ എന്നോടന്നല്ലേ ഈ ഇപ്പൊ ഇങ്ങോട്ട് എടുത്ത പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരെ നോക്കുക? അല്ല, ഞാൻ വന്നിട്ട് ഇപ്പൊ 4 കൊല്ലായില്ലേ. ആ മോനെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞൂടെ? ആ ഈ എന്നല്ലേ ഈ കുടുംബമൊക്കെ നോക്കുന്നത്? അല്ല ഞാൻ അതുകൊണ്ട് പറഞ്ഞല്ല. പറഞ്ഞാണ്ട് കേക്ക്. അല്ല, കഴിഞ്ഞ കൊല്ലം നിന്നപ്പോ പറഞ്ഞ് പിടിച്ചോണ്ട് വരണ്ട. അല്ല കഴിഞ്ഞ കൊല്ലം നിന്നപ്പോ പറഞ്ഞ നിങ്ങള് അളിയർക്ക് ബാക്കി കൊടുക്കാതെ പണ്ടം കൊടുക്കാന്ന് പറഞ്ഞിട്ടല്ല നമ്മളെന്തായത് ആ മോനെ കൊടുത്ത് തീർത്ത്. പിന്നെ ഓളെ വീട് പണി അറിഞ്ഞ് അതും കൊടുത്ത്. ഈ കെട്ടിച്ചാറ് പണ്ടം മൊത്തം ഞാൻ തന്നെ എടുത്തു കൊടുത്തു. അതൊക്കെ എന്റെ ഉത്തരവാദിത്തല്ലേ, ഈ എന്നെല്ലാം കൊടുക്കണ്ട്. എന്റെ താഴെയുള്ള പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ട കണക്കാണ് മോനെ. കണക്ക് പറഞ്ഞല്ല നിങ്ങളിങ്ങനെ പാപ്പാടെ കുട്ടി കണക്കൊക്കെ പറഞ്ഞു കാര്യം പറയണേ. ആണോ? കുഴപ്പമില്ല. ഈ വയസ്സായ വാപ്പാനെ കൊണ്ട് എനിക്ക് പണിയെടുപ്പിക്കണ വെച്ചെങ്കിൽ ഈ കണ്ട് പോരെ, നാട്ടുകാരെ കൊണ്ട് എനിക്ക് പറയിപ്പിക്കണ. കണക്ക് പറഞ്ഞല്ലാന്ന്. അല്ലാണ്ട് ഇപ്പൊ ഞാനിപ്പോ എന്നോട് കണക്ക് ഞാൻ പറയണേ, എന്തൊക്കെ കണക്ക് പറയണ്ടേ? മനസ്സിലായി. നീ ഈ കുടുംബത്തിന് വേണ്ടിട്ട് എന്നെ കഷ്ടപ്പെടുന്ന ഇപ്പൊ ഇങ്ങോട്ട് വരാൻ നിക്കണ്ട. അല്ല, 4 കൊല്ലം ഞാൻ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് അറിയാലോ. പാപ്പാക്ക് ഈ ഒരു നാട്ടിൽ നിന്ന് വരാൻ ആഗ്രഹിച്ചോട് ചോദിച്ചങ്ങോട്ട്. അല്ല, ഞാൻ ഷഫീനോട് അല്ല അറബിനോട് പറഞ്ഞപ്പോ പറഞ്ഞതാ റമദാന് വെക്കുമെന്ന് പറഞ്ഞു. ഞാൻ അതോടെ ചോദിച്ചേ. ഈ ഇപ്പൊ ഇങ്ങോട്ട് ഓടി വരാനൊന്നും നിക്കണ്ട കേട്ടോ. അല്ല, കഴിഞ്ഞ കൊല്ലങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞത് ഓർക്ക് ബാക്കി കൊടുക്കാതെ പണ്ടം കൊടുക്കുക, ആളുകൾ ചൂടാവേണ്ടത് പറഞ്ഞു. ഓളെ പണ്ടം എന്താക്കി. പണ്ടം കഴിഞ്ഞപ്പോ പറഞ്ഞ് മൂത്തോള് മുസ്ലിനാന്റെ അല്ല മുസ്ലിനാന്റെ കാര്യം പറയും. മുസ്ലിനാന്റെ വീട് പണിയാണ്, വാർപ്പാണ്. ആളുകൾക്ക് ഇപ്പൊ കൂട്ടിയെ കൂടൂല, ഇത് കൊടുക്കുന്നു പറഞ്ഞു. ഞാൻ വന്ന് 700 എപ്പോഴെ പണിയെടുക്കും അറിയാലോ. നിങ്ങളും കുറെ കാലം പ്രവാസി ആയതല്ലേ. അതന്നെ കണക്കാണ് നീ പറയുന്നത്. അല്ല, ഞാൻ ഇപ്പൊ കണക്ക് പറഞ്ഞില്ല. നിങ്ങൾ വീണ്ടും കണക്കിന് വരുമ്പോ പിന്നെ അവര് കെട്ടിച്ച 4 പെങ്ങന്മാര് ഞാനല്ല വീട്ടില് അവരെ കാര്യങ്ങൾ പ്രസവം നോക്കണോ? പിന്നെ ഈ നോക്കണ്ടേ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഉത്തരവാദിത്തപ്പെട്ട ആളല്ലേ നീയല്ലുണ്ട്. പിന്നെ അവർക്ക് ആരുള്ളത് കേക്കണ്ട? ഞാൻ ഒന്നും ഉണ്ടാക്കി പറഞ്ഞല്ലോ. നോക്കണ്ട നീയല്ലേ. ഞാനിപ്പോ ലീവ് കിട്ടിയപ്പോൾ നാട്ടിൽ വരാൻ ആഗ്രഹിച്ചു. എന്തായാലും പിന്നെ പെങ്ങന്മാരും കാണാൻ വിചാരിച്ചു. ഞങ്ങൾക്ക് എന്നെ കാണണം ആഗ്രഹം. കുഴപ്പമില്ല. കേക്കണ്ട? അല്ല, അവളുടെ ആ കാര്യങ്ങളൊന്ന് ചെയ്ത് കൊടുക്കുക. ആയിക്കോട്ടെ. അളിയനോട് ഒന്ന് വിളിച്ച് പറഞ്ഞോളാം. മൂപ്പരോട് അക്കൗണ്ട് നമ്പർ ആക്കാൻ പറയും. അളിയൻ ഭയങ്കര പൈസ കടമാതിരി കൊടുത്തോളാം. നമ്മൾ നിന്നോളാം. ഞാൻ നാട്ടിൽ വന്നിട്ട് കാര്യം ബുദ്ധിമുട്ടുണ്ട. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാന്ന് ഈ പറഞ്ഞു വരുന്നത്. ശരി, എനിക്ക് പണിയുണ്ട്. 2 വർഷം കൂടെ അവിടെ നിക്ക് കേട്ടാ. ഹലോ